നമസ്കാരം. പീക്ക് ലെവലിൽ നിൽക്കുകയാണ് മലയാള സിനിമ. ഒരു വർഷം പിറന്ന് 4 മാസത്തിനുള്ളിൽ നേടിയത് മികച്ച നേട്ടം. ബോക്സ് ഓഫീസിൽ മാത്രമല്ല, കണ്ടന്റിലും മേക്കിങ്ങിലും വിട്ടുവീഴ്ചയ്ക്ക് മോളിവുഡ് തയ്യാറില്ലെന്ന് ഉറപ്പിക്കുകയാണ് ഈ അവസരങ്ങളിൽ. ഇതര ഇൻഡസ്ട്രികൾക്ക് പോലും കോമ്പറ്റീഷൻ വെക്കുന്ന നിലയിലേക്ക് മലയാള സിനിമ ഉയർന്നതിൽ അഭിമാനിക്കുകയാണ് ഓരോ മലയാളിയും. 200 കോടി ക്ലബ്ബ് സിനിമ വരെ നേടിയ മലയാള സിനിമയിൽ വിഷു റിലീസായി എത്തിയത് 3 സിനിമകളാണ്. ഫഹദ് ഫാസിൽ ചിത്രം ആവേശം, വിനീത് ശ്രീനിവാസന്റെ മൾട്ടി സ്റ്റാർ ചിത്രം വർഷങ്ങൾക്ക് ശേഷം, ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ ജയഗണേഷ് എന്നിവയാണ് ആ സിനിമകൾ. റിലീസ് ദിനം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയത് വർഷങ്ങൾക്ക് ശേഷം ആവേശവുമാണ്. ഇതിൽ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ആവേശമാണ് വിഷു വിന്നർ എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഏപ്രിൽ 11-നായിരുന്നു സിനിമകൾ റിലീസ് ചെയ്തത്. മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം നേടിയ ആവേശം സംവിധാനം ചെയ്തത് ജിത്തു മാധവനായിരുന്നു. ഇതുവരെ ചിത്രം നേടിയ കളക്ഷൻ 139 കോടിയാണ്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെ: 22 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ചിത്രം നേടിയ കളക്ഷനാണിത്. കേരളത്തിൽ മാത്രം 67 കോടിയും ആവേശം നേടിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനീത് ഒരുക്കിയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ഫീൽ ഗുഡ് മൂവി ഗണത്തിൽപ്പെട്ട ചിത്രം പ്രേക്ഷക പ്രീതി നേടി ബോക്സ് ഓഫീസിലും കസറി. ഇതുവരെ ആഗോളതലത്തിൽ 80.30 കോടിയാണ് സിനിമ നേടിയത്. കേരളത്തിൽ 36.65 കോടി രൂപയും. അങ്ങനെ ആകെ മൊത്തം 219.30 കോടിയാണ് വിഷു റിലീസിൽ മലയാള സിനിമ നേടിയത്. അതേസമയം ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്.